ഹലോ, ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇടുമോ എന്ന് പോലും അറിയാണ്ട് ഞാൻ ചുമ്മാ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. ഈ പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പിനേക്കാൾ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയുമോ അൺപ്ലാൻഡ് ആയിട്ട് പോകുന്നത്. നിന്ന നിപ്പിനാണ് നമുക്ക് പോവാം, എന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മെമ്മറീസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. എൻ്റെ വീട് ട്രിവാൻഡ്രത്തും അപ്പുറത്ത് നിൽക്കുന്ന അവളുടെ വീട് ആലപ്പുഴ കേട്ടോ. ഞാനിപ്പോൾ അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ചെറുതായിട്ടൊരു പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ ഗുരുവായൂർ പോയതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ടോട്ടലി അൺപ്ലാൻഡ് ആയിരുന്നു. നമുക്ക് പോകാൻ പറ്റുമെന്നതിന് സീറോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാപ്പൻഡ്. ഇവളുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് തികച്ചില്ല ആറന്മുള ക്ഷേത്രത്തിൽ പോകാനായിട്ട്. പക്ഷേ എനിക്കങ്ങനെയല്ലത്, എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരണ്ടേ. ഇവളുടെ വീട് സിറ്റിയുടെ തൊട്ടടുത്താണെങ്കിലും ഫുള്ള് പച്ചപ്പാട്ടോ. അവിടെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ. എന്തായാലും നീ വീഡിയോ എടുക്കുകയല്ലേ, എന്നാൽ പിന്നെ ഞങ്ങളെയും കൂടെ എടുത്തോ എന്നും പറഞ്ഞതോ ശാലുവിൻ്റെ അമ്മയും കിരഞ്ജനും കൂടെ വന്ന് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാൻ റെഡിയായിട്ടോ. ഇവളാണ് കാർ ഓട്ടിക്കുന്ന പ്രോ ഡ്രൈവർ ശാലു, എൻ്റെ കൂട്ടുകാരി, അതുകൊണ്ട് അറിയുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനൊന്നും അവിടെ സ്ഥലം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. ആ ഹോം സ്റ്റേയുടെ ബാക്ക് സൈഡിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയുടെ പേരൊന്നും എനിക്കറിയില്ല. ഒരു പുഴ, വള്ളങ്ങളേക്ക് നടക്കുന്ന പുഴ. അപ്പം അതിൻ്റെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ കണ്ടോ, വള്ളംകളി നടത്തുന്ന ആൾക്കാരും വള്ളമൊക്കെ ആയിട്ട്, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ ഒരു സൂപ്പർ അനുഭവമായിരുന്നു. ഇതെല്ലാം കണ്ട് ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഇത് കണ്ടോ, ഇത് ഓരോ വള്ളംകാരും നടത്തുന്നതാട്ടോ. അവരും അവരുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ പാടി സെലിബ്രേറ്റ് ചെയ്ത് ദേവിയുടെ അടുത്തോട്ട് പോകുന്നതാണ്. ഇലയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും കിരഞ്ജനും കൂടെ അവസാനം കമ്പാരിസൺ ആയിട്ടോ. ഇവിടുത്തെ ഫുഡാണോ അതോ ട്രിവാൻഡ്രത്തെ സദ്യയാണോ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ ഈ പുഴയിലോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങിയുള്ളൂ, അല്ലാണ്ട് പുഴയിലോട്ട് ഇറങ്ങിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിലും ഇതേപോലെ പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് പറയാൻ അറിയില്ല. തിരിച്ച് കാർ എടുക്കാൻ വേണ്ടി ഹോം സ്റ്റേയിൽ വന്നപ്പോഴാട്ടോ ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. ഈ മൊയിലുണ്ടല്ലോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് ഇച്ചിരി മോഡയുള്ള സാധനമായിരുന്നു. ഇവരും പാവങ്ങളായിരുന്നേ. ഈ മൊയിൽ മാത്രമല്ല, അവിടെ കോഴിയുണ്ട്. കണ്ടിട്ടില്ലാത്ത തലയിലും കാലിലൊക്കെ മുടി ഇങ്ങനെ തൊപ്പിയൊക്കെയുള്ള കോഴി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടിക്കാതിരിക്കണ കോഴി. ഈ കോഴിയില്ലേ, ഞാൻ ചിക്കൻ കറിയാവാൻ റെഡിയാണേ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലായിരുന്നു. ഇവിടെ കുറച്ച് പ്രാവുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി അപ്പം എനിക്ക് തുമ്മണം. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ, ബൈ.